ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ആ ഒരു കറണ്ട് എനർജിയാണ്, അവരുടെ ഒരു കറണ്ട് ഫീലിങ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. ഇപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്, ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇത് റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് ആരാണ് എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അവരറിയാൻ വേണ്ടിയിട്ട് പറയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങളെ അകറ്റിയ ആ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളോ അല്ലെങ്കിൽ കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ അതിനെയാണ് നമ്മളിവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. പക്ഷേ മെൻ്റലി നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നത് തീർച്ചയായിട്ടും ആ ഒരു ബന്ധം തടസ്സപ്പെടുത്തിയ വ്യക്തികൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതാണ് തേർഡ് പാർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഉള്ള കണക്ഷൻ ഉള്ളത് തന്നെയായിട്ടാണ് നമുക്ക് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു സമയത്ത് നിങ്ങൾക്കും ഇത് അറിയാമായിരിക്കാം. കാരണം നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ ഒരു പുതിയ അനുഭവമായിട്ട് എനിക്ക് ഈ ഒരു സ്പ്രെഡ് കണ്ടിട്ട് തോന്നുന്നില്ല, നിങ്ങൾ ആദ്യമായിട്ട് അറിയുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കും വളരെ മുൻപേ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ പെട്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്നൊക്കെ അറിയുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഒരു പക്ഷേ കുറച്ചു പേരുടെയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വരുന്നതിന് മുൻപ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഉള്ള വ്യക്തികളായിരിക്കാം. അതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അത് അവരുടെ ഒരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വരുന്നതിന് മുന്നും അവർക്കുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ്, ഒരു എക്സ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വരുന്ന ആ ഒരു സമയത്ത് അവരത് ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ഒരു പേഴ്സൺ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാവണം. അതിനുശേഷമായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി അധികം ഒരു അല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പഴയ ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒരു ഫേക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഒരു മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്നു. ഈ ഒരു തേർഡ് പാർട്ടിയുടെ മുന്നിൽ ഒരു മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്നു. അവരുടെ യഥാർത്ഥമായിട്ടുള്ളതൊന്നും നിങ്ങളുടെ പേഴ്സൺ അവരുടെ അടുത്ത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഒറ്റ വാക്കിൽ അതാണ് പറയാനായിട്ട് വരുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ ജെനുവിൻ ആയിട്ടല്ല ഉള്ളതുപോലെ അവരുടെ അടുത്ത് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുന്നില്ല. റിയൽ ആയിട്ടുള്ള അവരുടെ മുഖം അവർ കാണിക്കുന്നില്ല ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത്. അത്തരത്തിലാണ് ഈ ഒരു പേഴ്സന്റെ എനർജി അവരോടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് കാർഡിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ ഈ ഒരു രീതിയിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് മുഴുവൻ ഇരുട്ട്, ഒരു അന്ധകാരത്തിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ. നമുക്ക് ഫസ്റ്റ് കാർഡിൽ വന്നിരിക്കുന്നത് അത് തന്നെയാണ്. ഒരു ടവറാണ് മൊത്തത്തിൽ തകർന്ന് എല്ലാം നശിച്ചു പോയ ഒരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ വന്നിരിക്കുന്നത്. ഇനി എന്താണ് ഒരു വഴി, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊന്നും അവർക്കൊരു നിശ്ചയവുമില്ല. ആകെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയോ ഇവർ നേടിയെടുത്തു, എന്താണ്ടൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം ഒറ്റ മിനിറ്റിനുള്ളിൽ തകർന്ന് താഴെ വീണിരിക്കുന്നു. ടവർ സിറ്റുവേഷൻ വന്നിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം വിഷമത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. ഒരു തേർഡ് പാർട്ടി കൂടെ നിൽക്കുമ്പോൾ ഉള്ള അവരുടെ ഒരു എനർജി, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ, അതുപോലെ തന്നെ അതൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് കാർഡിൽ ഇത് തന്നെയാണ് നമുക്ക് കാണുന്നത്. വളരെയധികം പ്രഷർ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് എന്നുള്ളത് മാത്രമല്ല, ഒരു ഫേക്ക്നെസ്സും കൂടിയാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഒരു മ്യൂച്വൽ എനർജീസ് പോലും പലപ്പോഴും ഫേക്കായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയും ഫേക്കായിട്ട് നിൽക്കുന്നു, നിങ്ങളുടെ പേഴ്സണും അവരുടെ മുന്നിൽ ഫേക്കായിട്ട് നിൽക്കുന്നു. അങ്ങനെയും നമുക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അതായത് ഒരുതരം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ
ഒരുമിച്ച് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തിയെ സഹിക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കുന്നു. ചിലപ്പോൾ ഒരു വ്യക്തി ആവണമെന്നില്ല, ഒരു കൂട്ടം വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. എന്താണോ ആ ഒരു കാര്യത്തിനകത്ത് നിന്ന് പോകേണ്ടുന്ന ഒരു അത്യാവശ്യം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അവിടെ നിന്നാലും അവിടെ ഒരു ഫേക്ക് ആയിട്ടാണെങ്കിൽ കൂടി അവിടെ നിന്നാലേ അവരുടേതായ എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് അവിടെ നിന്നുകൊണ്ട് നേടിയെടുക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഈ തേർഡ് പാർട്ടിയെ കൂടെ നിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആവശ്യമായി അത് കാണുന്നു. അതായത് തേർഡ് പാർട്ടിയുടെ ആവശ്യമായതുകൊണ്ട് തന്നെ അപ്പോൾ തേർഡ് പാർട്ടിക്കും അവിടെ ആവശ്യമുണ്ട് ഈ ഒരു പേഴ്സണെ കൂടെ നിർത്തേണ്ടത്. ഈ ഒരു പേഴ്സണും ആവശ്യമുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ സിറ്റുവേഷനെ കൂടെ നിർത്തേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കേണ്ടത്. അതാണ് നമുക്കിവിടെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഫേക്ക്നെസ്സിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു തേർഡ് പാർട്ടിയോ അവർ തമ്മിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്യുവർ കണക്ഷൻ, സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ പ്യുവർ കണക്ഷൻ, ഡീപ്പ് ലവ്, ഇതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നല്ലൊരു കണക്ഷൻ ഒരിക്കലും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ആത്മാർത്ഥമായ ഒരു സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടിയോട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമില്ല. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിക്കും തിരിച്ച് നിങ്ങളുടെ പേഴ്സണോടും ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമില്ല എന്നുള്ളതാണ് കാണുന്നത്. ഒരുതരം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വാശിപ്പുറത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ ഒരു കൺട്രോളിങ് നേച്ചർ, ആ ഒരു രീതിയിലുള്ള എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫാമിലിയിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ തമ്മിലുള്ള ലിവിങ് ടുഗദർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ ഏതോ രീതി ഫ്രണ്ട്സ് ആകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതോ രീതിയിലുള്ള ഒരു പാസ്റ്റിലുള്ള എന്തോ രീതിയിലുള്ള കുറച്ച് കടപ്പാടുകൾ ഈ ഒരു വ്യക്തിയോട് ഈ ഒരു പേഴ്സൺ ഉണ്ട്, നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയെ വിട്ടു പോന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സന്ദർഭം ക്രിയേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെയോ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇമോഷണലായിട്ട് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവാം, പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന രീതിയിൽ. അതും അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് മാജിക് എനർജി ആയിരിക്കും. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റക്കായി നിൽക്കുന്നു എന്നതാണ് പറയാനായിട്ട് പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ പല രീതിയിൽ ഉള്ള സാമ്പത്തികപരമായ കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട്. മെറ്റീരിയലിസ്റ്റിക് പരമായ കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട്. പല രീതിയിലുള്ള കൈമാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരിക്കലും പൊട്ടിച്ചെറിഞ്ഞ് പോരാനായിട്ട്, ഉപേക്ഷിച്ച് പോരാനായിട്ട് പറ്റുന്നില്ല. ഇത്രയേറെ ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഇവർക്ക് പോരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതാണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്ന എനർജീസ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഊരിപ്പോരാനായിട്ട് കഴിയുന്നില്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ രണ്ട് വ്യക്തികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നില്ല, നല്ല രീതിയിൽ പ്യുവറായിട്ട് സ്നേഹിക്കുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ വളരെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവരുടെ ഇടയിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇവർ തമ്മിൽ ഒരു ബ്ലഡ് റിലേഷൻ ഉള്ള വ്യക്തികളാണ് എങ്കിൽ പോലും ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇവർക്കിടയിൽ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേ നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം കൺട്രോളിങ് മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഈ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു പേഴ്സൺ. അപ്പോൾ ഇവരെ നിയന്ത്രിച്ച് നിർത്താൻ അധികാരമുള്ള ഒരു വ്യക്തിയുമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേരൻസ് ഒക്കെ ആകുമ്പോൾ നിയന്ത്രിച്ച് നിർത്താനായിട്ട് അധികാരമുള്ള വ്യക്തികളാണ്. അപ്പോൾ നിയന്ത്രിച്ച് നിർത്താനുള്ള ഒരു പവർ ഇവർ ഈ ഒരു കാലഘട്ടം കൊണ്ട് തന്നെ നേടിയെടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം ഇവരുടെ ഇനി പുറത്തുനിന്നുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ കൂടിയും ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ അവർ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഇവരിൽ ഒരു സ്വാധീനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഇവരെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് അവർക്ക് പറ്റുന്നത്. അല്ലെങ്കിൽ ഇവരെ ഭരിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള എനർജി ആയിട്ട് മാറാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് അവരുടെ ഒരു എന്താ പറയുക പിടിപ്പുകേട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ നേരത്തെ മുതൽ കാണിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതെല്ലാം അനുവദിച്ച് കൊടുത്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാശി പിടിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ട് ആ വഴി പോയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ
നമ്മളിപ്പോൾ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് ഒരു പേഴ്സൺസ് പറയുമ്പോൾ നമ്മൾ നോ പറയാനായിട്ട് മടിയുള്ള വ്യക്തികളുണ്ട്. അങ്ങനെ നോ പറയാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൂടി യെസ് പറഞ്ഞ്, അങ്ങനെ കുറച്ച് നമ്മൾ യെസ് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ വ്യക്തിയുടെ മുന്നിൽ എല്ലാം യെസ് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ആ ഒരു രീതിയിലും ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നിൽക്കാനുള്ള അവസരവും ഈ ഒരു പേഴ്സൺ തന്നെ ആയിരിക്കണം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്, നിങ്ങളുടെ വ്യക്തി തന്നെ. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ചും അറിയാം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടിയെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്കും അറിയാം അവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ അവരെ വെച്ച് നോക്കുമ്പോൾ അവരുടെ പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള ഒരു അറിവ് തീർച്ചയായിട്ടും അവർക്കുണ്ട്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ അവിടെ ഉണ്ട് എന്നുള്ള ഒരു അറിവ് അവർക്കുണ്ട്. എല്ലാവർക്കും ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി അത് അറിയാനായിട്ട് സാധിക്കും. അതല്ലാത്തവർക്കും തീർച്ചയായിട്ടും ഈ ഒരു മ്യൂച്വലായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു ലാസ്റ്റത്തെ കാർഡുകളിലേക്കൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ടാണ് ഈ ഒരു കാര്യം അവർ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ ഇത് അവർ ഓടിച്ചുകൊണ്ട് പോകുന്നത് നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ടാണ്. അവർക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങിപ്പോരുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ അത് വല്ലാത്ത രീതിയിൽ എഫക്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് നമ്മൾ എന്താ പറയുക, പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് വരാം, കോടതി കേസ് ആ രീതിയിൽ വരാം. അങ്ങനെ പല രീതിയിൽ ചിലപ്പോൾ ഇവർക്ക് മർദ്ദനമേക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. പലർക്കും പല സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ചിലപ്പോൾ അവർ വട്ടപൂജ്യമായി പോകുന്ന ഒരു സിറ്റുവേഷൻ, കുറേ സ്വത്തുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ കുറേ സാമ്പത്തികം ഉള്ളവരായിരിക്കാം, പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ അവർ വട്ടപൂജ്യമായി പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കാം. അപ്പോൾ ചിലവർക്ക് അത് സംബന്ധിച്ച് മൊത്തം ഇട്ടിട്ട് പോരുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ ഒരു പ്രശ്നമുള്ള കാര്യമാണ്. അതൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ അതൊന്നും അവർക്ക് ഫേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. ഇപ്പൊ അവർ ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ നോക്കുമ്പോൾ ഒരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോരാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇവർക്ക് നിങ്ങളുടെ പേഴ്സണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ഈ ഒരു തേർഡ് പാർട്ടിയെ ചുമന്നുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാകും എന്നുള്ളതും ഒരു കാരണമാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കോംപ്രമൈസ് സ്റ്റേജിൽ പോകാനായിട്ട് നിങ്ങളുടെ വ്യക്തി ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത്രയും ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടായിട്ടും അവിടെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ കോംപ്രമൈസ് ചെയ്യുക അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യുക എന്ന രീതിയിലൊക്കെ അങ്ങനെ ഒരു രീതിയിൽ ഇത് ഓടിച്ചുകൊണ്ട് പോകുന്നു, ഒരു ബാലൻസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്നതാണ് നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടറിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ഉള്ളിൽ ഇവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇത് ഓക്കെ ആകില്ല, അല്ലെങ്കിൽ ഇതല്ല ശരിയെന്ന്, ഇതല്ല ജസ്റ്റിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്കറിയാം. നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് വിട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ ഇവർക്ക് കുറേ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് പേടിച്ചിട്ട് അതൊന്നും ഫേസ് ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് കെൽപ്പില്ല, അല്ലെ കഴിവില്ല എന്ന രീതിയിൽ ഇവര് വീണ്ടും അവിടെ തന്നെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പല അവസരങ്ങളിലും ഈ ഒരു വ്യക്തി പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളാമെന്നുണ്ട് ഈ വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഇവർക്ക് ഉള്ളിൽ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പല സമയത്തും ഇവർക്കത് പുറത്തേക്ക് ചാടുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്ത് ഇവരോട് ഹാർഷായിട്ട് പറയണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പെരുമാറണം, നോ പറയേണ്ടടുത്ത് നോ പറയണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ അവരതൊന്ന് ജസ്റ്റ് കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് വലിയ ഒരു ആയുസില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ സ്പ്രെഡ് കണ്ടു കഴിഞ്ഞാൽ പറയാനായിട്ട് സാധിക്കുക. അത് അവരുടെ കയ്യിൽ നിന്ന് പോകും. എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാത്തിനും ഒരു എക്സ്പയർ ആവും എന്ന് പറയുന്ന പോലെ ആ ഒരു ടൈം വരുമ്പോൾ അത് നോ പറയുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ പിടിച്ചു നിന്ന് കഴിയുമ്പോൾ നമ്മുടെ പിടിവിട്ട് പോകുന്ന ഒരു സ്റ്റേജിൽ അവർ പ്രതികരിക്കും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ഈ വ്യക്തി എത്തും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു
കാർഡിൽ നിന്ന് അതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പല സമയത്തും ഇവരോട് പ്രതികരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവരെ കൺട്രോൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ ഒന്ന് പേടിപ്പിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് വരുമ്പോൾ ഇവർക്ക് അതിന് മേലെ ഇവരോട് ഷൗട്ട് ചെയ്യണം അല്ലെങ്കിൽ ശബ്ദിക്കണം, എൻ്റെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണം, നിങ്ങൾ എന്തിനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇടപെടുന്നു എന്നൊക്കെ ചോദിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, ഞാൻ ഡിസിഷൻ എടുത്തോളാം എന്നൊക്കെ പറയണമെന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവർ ആ ഒരു രീതി പ്രതികരിക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സമയത്ത് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാകുമോ, ഇപ്പം ഞാൻ എന്തെങ്കിലും ഇവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അപ്പോൾ എന്തെങ്കിലും രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ കുറേ പ്രശ്നങ്ങൾ വരുമല്ലോ എന്നൊക്കെ പേടി കൊണ്ടായിരിക്കാം. ഒരു ഫിയർ ഇവർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുണ്ട്. അതുപോലെ തന്നെ ഇവർ സൊസൈറ്റിയും പേടിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അവർക്ക് ഇങ്ങനെ പല കാര്യങ്ങളും നോക്കി ചിന്തിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അവരുടെ ഇമേജിന് കോട്ടം തട്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഇവർ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സൊസൈറ്റി വിലയിരുത്തും, ഒരു മോശം ആളായിട്ട് സൊസൈറ്റി വിലയിരുത്തുമോ എന്നൊക്കെ അവർ പേടിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അല്ല വേറെ ഏതെങ്കിലും രീതിയിൽ ഇവരെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തും ഇവർക്ക് മിണ്ടാതിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരുടെ മുന്നിൽ വളരെ സന്തോഷത്തോടെ കൂടി വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ നന്നായിട്ട് ജീവിതം പോകുന്നു എന്ന് കാണിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ പോലും ആ ഒരു രീതിയിലാണ് ഇവർ എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ വളരെയധികം ഹാപ്പിയാണ് അല്ലെങ്കിൽ നല്ല രീതിയിലാണ് ഇവരുടെ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ കാണിക്കാനായിട്ട് വളരെയധികം താല്പര്യപ്പെടുന്നുണ്ടാകാം. ആ രീതിയിലുള്ള ഫോട്ടോസ് ഇടുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടും അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടും ഇവർ വളരെ സന്തോഷത്തോടു കൂടിയാണല്ലോ ഇരിക്കുന്നത്, ഇവർക്ക് ഇതിനുള്ള ഒരു ശിക്ഷയൊന്നും കിട്ടിയില്ലേ എന്നൊക്കെ, കർമ്മയൊന്നും ഇല്ലേ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രെസ്സോട് കൂടി ഇഷ്ടമില്ലായ്മയോട് കൂടി തന്നെയാണ് ആ ഒരു തേർഡ് പാർട്ടിയോട് കൂടി ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഇത് പുറത്തേക്ക് ആരും അറിയാനായിട്ട് ഇവർ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആരും അറിയാതിരിക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പുറമേ കാണുന്നതല്ല ഒരാളുടെയും ലൈഫ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങളെ ദ്രോഹിച്ചിട്ട് അവർ വളരെ ചിരിച്ച സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കർമ്മയൊന്നും ഇല്ല എന്ന രീതിയിൽ നിങ്ങൾ കരുതരുത്. അത് തെറ്റായിരിക്കും. അതായത് ഇവരുടെ ഒരു നിവൃത്തികേട് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ ക്യാരക്ടറിൽ അവരുടെ ദുഃഖങ്ങൾ മറ്റുള്ളവർ അറിയണ്ട എന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം അവരങ്ങനെ ഹാപ്പി ആയിട്ട് അഭിനയിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് കിട്ടിയ ശിക്ഷയാണെന്ന് നിങ്ങളാണെങ്കിലും വിചാരിക്കുമല്ലോ, അങ്ങനെയൊന്നും നിങ്ങൾ കരുതി അങ്ങനെ സന്തോഷിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. അപ്പോൾ അവർ വളരെയധികം സന്തോഷത്തിലാണ്. നിങ്ങളെ ദ്രോഹിച്ചിട്ടും അവർക്ക് സന്തോഷം കിട്ടിയല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഇവിടെയുള്ള ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ നിക്കക്കള്ളി ഇല്ലാതെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. വളരെയധികം പൊട്ടിത്തെറി അവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അത്തരത്തിലൊരു സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വളരെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും എനിക്കെല്ലാം ഉണ്ട് എന്ന കോൺഫിഡൻസോട് കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അവരുടെ ഒരു റിയൽ ഫേസ് അല്ല ഇവർ മറ്റുള്ളവരോട് കാണിക്കുന്നത്. അതായത് ഇവരെന്താണ് അല്ലെങ്കിൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് അവരുമായിട്ട് വളരെ ക്ലോസ് കണക്ഷനുള്ള വ്യക്തികൾക്ക്, അടുത്ത ബന്ധത്തിലുള്ള വ്യക്തികൾക്ക് പോലും അറിയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയില്ലേ ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത്, ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര വിഷമവും കരച്ചിലൊക്കെ ആണെങ്കിലും പുറത്തേക്ക് ചിരിച്ചു നിൽക്കുന്ന ആ ഒരു പ്രകൃതക്കാരി അല്ലെങ്കിൽ പ്രകൃതക്കാരനാണ് ഈ ഒരു വ്യക്തി എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല അത്തരത്തിലുള്ള കഴിവുകളുള്ള, അത് പ്രസന്റ് ആയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനായിട്ട് മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെ ചിലരെ നമ്മൾ എത്ര സ്നേഹിച്ചു കഴിഞ്ഞാലും അവർക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായില്ല. കാരണം നമുക്ക് ഏത് സാധനമാണെങ്കിലും വാരിക്കോരി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു വില ഉണ്ടാവില്ലല്ലോ. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഈ ഒരു പേഴ്സണെ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മറ്റാരും കൊടുക്കാത്തൊരു സ്നേഹം ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം. പക്ഷെ
അതൊന്നും തിരിച്ചറിയാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിച്ചിരുന്നില്ല. ഒരു പക്ഷേ അവർ ധാരാളമായിട്ട് കിട്ടിയപ്പോൾ അതിനത്ര വാല്യൂ കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും മറ്റൊരു സ്ഥലത്തേക്ക് ഇവർ പോയപ്പോൾ, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ, മറ്റൊരു വ്യക്തിയുടെ കൂടെ അവരുടെ ലൈഫ് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് അവർ ആ ഒരു നിങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ ഇവർ തിരഞ്ഞെടുത്ത വഴി എന്തായിരുന്നു എന്ന് ചിന്തിച്ച് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ലാസ്റ്റിലേക്ക് വരുന്ന കാർഡുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളാണ് ഇവരുടെ ഒരു കംപ്ലീറ്റ്, ഇവരെ പൂർണ്ണമാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇവരെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ ഇവരോടൊപ്പം നിൽക്കാൻ, ആ ഒരു ബെറ്റർ ഹാഫ് എന്ന് പറയുന്ന രീതിയിൽ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഒരു ഫുൾഫിൽമെന്റ്, അല്ലെങ്കിൽ ഒരു പീസ്, സമാധാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പായിട്ട് എന്തൊരു കാര്യമായിട്ടെ, നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ വൈബിന് പറ്റിയ ഒരു സ്ഥലമാകണം, അല്ലെങ്കിൽ എൻ്റെ വൈബിന് പറ്റിയ ഒരാളാകണം. അപ്പോഴാണ് നമുക്ക് അവിടെ ഒരു സമാധാനവും സന്തോഷവും, അല്ലെങ്കിൽ നമുക്കവിടെ നിൽക്കാനുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പൊ ഇപ്പോഴാണ് ഈ ഒരു വ്യക്തി മനസ്സിലാകുന്നത്, എൻ്റെ വൈബിന് പറ്റിയ സ്ഥലത്തല്ല ഞാൻ എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. ആ ഒരു സന്തോഷവും സമാധാനവും ഒന്നും ഇവർക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫെബ്രുവരി മന്ത് ആണ്. അതൊരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സെക്കൻഡ് ക്ലൂ വന്നിരിക്കുന്നത് ഹോണസ്റ്റ് ആണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഷോർട്ട് ടെമ്പേർഡ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. 639 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിലെ കവിളിലെ മറുകളിലെ വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 29 നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ്. അതുപോലെ നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടുമോറോ വീണ്ടും ഒരു പോസിബിലിറ്റി. നമ്പർ 51 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 42. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് നവംബർ മന്ത് ആണ്. നമ്പർ 43 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 46 കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ നമ്പർ 21 മ്യൂസിക്. ഈ ഒരു റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഓഗസ്റ്റ് മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ ഇ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. ഓക്കെ, കുക്കിംഗ്, ഒത്തിരി കുക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവരായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ സി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചെസ്സൊക്കെ കളിക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കാം. ഗെയിമിങ് ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്ലൂ നമുക്ക് 2005 ആണ് കിട്ടുന്നത്. ലെറ്റർ കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1987 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 33 കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1995 എന്ന് പറയുന്ന വർഷവും വരുന്നുണ്ട്. ഓക്കെ, നമ്പർ 49 നമുക്ക് കിട്ടുന്നു. ബേക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ബേക്കിംഗ് ചെയ്യുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കാം. 222 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 12. നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന നമ്പർ 44 ആണ്. അതുപോലെ തന്നെ നമ്പർ 31, നമ്പർ 8. ക്രേസി, നിങ്ങളുടെ പേഴ്സൺ ഒരു ക്രേസി ആയ ഒരാളാകാൻ ചാൻസ് ഉണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1999 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എസ് കിട്ടുന്നുണ്ട്. ലെറ്റർ ഒ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്പർ 45 ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് 2001 ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.